അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആഹ്, റിപ്പീറ്റ് ചെയ്യാം. ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ? ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ അറബിയിൽ പദങ്ങൾ വാചകങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ, വേർഡ്സ് സെന്റൻസിൽ ഉപയോഗിക്കുമ്പോൾ ആ വാക്കുകളുടെ അവസാനത്തെ അക്ഷരത്തിന് ഏ ആ ഇതിലാണ് കൂട്ടണം. അപ്പോൾ വാക്കുകൾക്ക് വരുന്ന മാറ്റങ്ങൾ അതിന്റെ അവസാനത്തിൽ, അതാണ് ഇഅ്റാബ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഉദാഹരണത്തിന് ജാഅ സൈദുൻ. ഇവിടെ സെയ്ദ് എന്നുള്ളത് ഫായിലാണ്, അതുകൊണ്ട് അത് മർഫു ആയി. ജാഅ സെയ്ദുൻ, റഅയ്തു സെയ്ദൻ, റഅയ്തു സെയ്ദൻ. അവിടെ ഞാൻ സെയ്ദിനെ കണ്ടു എന്ന് പറയുമ്പോൾ സെയ്ദ് മഫ്ഊൽ ബിഹി ആണ്, അതുകൊണ്ട് അത് ഈ റഫ് ഇവിടെ നസ്ബായി. വേറെ സെന്റൻസ് സല്ലംതു അലാ സെയ്ദിൻ, ഞാൻ സെയ്ദിനോട് സലാം പറഞ്ഞു. അപ്പൊ അല എന്നുള്ള ഹർഫ് ജർ വന്നുകൊണ്ട് ഇവിടെ ജർ വന്നു. അപ്പൊ ഈ നസ്ബ് ഉള്ളത് ഇവിടെ വന്നപ്പോ ജറായി. ഈ മാറ്റങ്ങളാണ് ഇഅ്റാബ് എന്ന് പറയുന്നത്. ഈ മാറ്റത്തെയാണ് നമ്മൾ ഇഅ്റാബ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ വേറെ ഉദാഹരണം, ജാ അൽ മുഅല്ലിമു. ജാ അൽ മുഅല്ലിമു, റഅയ്തു എന്തായിരിക്കും? നിങ്ങൾ പറയും. റഅയ്തു, എനിക്ക് ചെവി കേൾക്കുന്നില്ല കേട്ടോ, ഉറക്കെ പറഞ്ഞോളൂ. അൽ മുഅല്ലിമ. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ എന്തായി? റഫുള്ളത് നസ്ബായി. സല്ലംതു അല അലൽ മുഅല്ലിമി, ജറായി. ഇതിനാണ് ഇഅ്റാബ് എന്ന് പറയുന്നത്, ഈ മാറ്റം. ഇനി നമ്മൾ പറഞ്ഞു വേറെ ചില വാക്കുകളുണ്ട് അതിലിങ്ങനെ മാറ്റം വരൂല എന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് ജാ ചെയ്തു എന്നുള്ളതിന് പകരം ജാ ഹഉലായി. ഇവിടെ സെയ്ദിന്റെ സ്ഥാനത്താണ് ഹൗലായി നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഒരേ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരേ നിയമം വേണ്ടേ? അവിടെ സെയ്ദുൻ എന്നുള്ളത് റഫ് ആയിരുന്നെങ്കിൽ ഇതിനും റഫ് വേണ്ടേ? പക്ഷെ ഇവിടെ എന്താണ്? കസ്റല്ലേ. റഅയ്തു എന്തായിരിക്കും? റഅയ്തു ഹഉലായി, അവിടെയും കസ്റ തന്നെ. പിന്നെ സല്ലംതു അല എന്തായിരിക്കും? ഹൗലായി. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു മാറ്റമല്ല, ഇത് സെയിം ആണ്, സെയിം ആണ്. അപ്പൊ ഈ ഇങ്ങനെ സെയിം ആയിട്ട് നിൽക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ബിനാ എന്ന് പറയാം. ബിനാ എന്ന് പറഞ്ഞാൽ കെട്ടിടം ഉണ്ടാക്കൽ, കെട്ടിപ്പടുക്കൽ. അപ്പൊ അത് കെട്ടിപ്പടുത്തതാണ്, ഇനി മാറ്റം വരില്ല. അതുപോലെ തന്നെ രണ്ടാമതൊരു ഉദാഹരണം, ജാ സീബവൈഹി, ഒരാളുടെ പേരാണ്. റഅയ്തു സീബവൈഹി. സീബവൈഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? അള്ളാഹു വല്ലതും പറയുന്ന കേട്ടാണ്. സീബ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാർസി ഭാഷയിൽ ആപ്പിളാണല്ലോ. ഹിന്ദിയിൽ സേബല്ലേ? സേബല്ലേ? ആ, ഒരു തമ്മിൽ ബന്ധമുണ്ട്, ഫാർസിയും ഹിന്ദിയൊക്കെ, ഉറുദു. വൈഹി നല്ല സ്മെല്ല് എന്നാണ് പറയുന്നത്. ആപ്പിളിന്റെ സ്മെല്ല് ഉണ്ടായിരുന്നു ഇയാളെന്നാ. അള്ളാഹു അലം. സല്ലംതു അല എന്താണ്? സീബവൈഹി, സീബവൈഹി. മൂന്ന് സ്ഥലത്തും ഒരേ ഹർക്കത്ത് തന്നെ, ഒരു മാറ്റമല്ല. അപ്പൊ ഇതിനാണ് ബിനാ എന്ന് പറയുന്നത്. ഇപ്പൊ ഇറാബും ബിനാവും എന്താന്ന് മനസ്സിലായില്ലേ? ഇറാബ് എന്നാൽ ഇങ്ങനെ മാറുന്നതിനാണ് ഇറാബ് എന്ന് പറയാ. അതായത് ഫായിലായപ്പോ റഫ് ആയി, മഫൂൽ ബിഹി ആയപ്പോ നസ്ബായി, ഹർഫ് ജർ അതിന്റെ ബാക്കിൽ വന്നപ്പോ ജറായി. ഇങ്ങനെ നടക്കുന്ന മാറ്റങ്ങൾക്ക് വിധേയമായ വാക്കുകൾ, ആ മാറ്റം അത് അതിന്റെ മുകളിൽ പ്രകടിപ്പിക്കുന്നു. അങ്ങനെയുള്ള വാക്കുകളാണ് മുഅറബായ വാക്കുകൾ എന്ന് പറയാം. ഈ മാറ്റം എന്ന് പറയുന്ന പ്രോസസ്സിനാണ് ഇറാബ് എന്ന് പറയാ. ആ മാറ്റത്തിന് വിധേയരായ വാക്കുകൾ നമ്മൾ മുഅറബായ വാക്കുകൾ എന്ന് വിളിക്കും. അപ്പോൾ സെയ്ദ് മുഅറബാണോ? ആണ്. മുഅല്ലിമ് മുഅറബാണ്. ഹൗലായി മബ്നിയാണ്. ബിനാ ഉള്ള വാക്കുകൾ മബ്നി എന്നാ പറയാം. സീബവൈഹി മബ്നിയാണ്. ഇത് ക്ലിയർ അല്ലേ? ഇതൊന്ന് മായ്ക്കും ആരെങ്കിലും. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, ഞാൻ ഒന്നുകൂടി ഒന്ന് സമ്മറി ആയിട്ട് പറയാണ്, കാരണം ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് മുമ്പ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, ഇറാബ് എന്താണ്, ബിന എന്താണ്, അതിപ്പോൾ ക്ലിയർ അല്ലേ? ഇനി നഹ്വിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇറാബിന്റെ ഒരു ഡെഫിനിഷൻ പറയാം, തഗീറു അവാഹിരിൽ കലിമാത്ത്, വാക്കുകളുടെ അവസാനത്തിൽ വരുന്ന മാറ്റങ്ങൾ.
എങ്ങനെയുള്ള മാറ്റങ്ങൾ? ലിഖ്തിലാഫി അൽ അവാമിലി അദ്ദാഖിലത്തി അലൈഹ, അതിൻ്റെ മുകളിൽ കടന്നു വരുന്ന അവാമിലുകളുടെ മാറ്റം കാരണം. അവാമിൽ എന്ന് പറഞ്ഞാൽ ഫായിലാവുക, അതൊരു ആമിലാണ്. ഹർഫ് ജർ ഒരു ആമിലാണ്. അങ്ങനെയുള്ള നഹ്വിൻ്റെ ചില കാരണങ്ങൾ, അതിനാണ് അവാമിൽ എന്ന് പറയാം. അത് കാരണം വാക്കുകളുടെ അവസാനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കാണ് എന്ത് പറയാ? ഇഅ്റാബ് എന്ന് പറയാം. ബിനാ എന്ന് പറഞ്ഞാൽ ലുസൂമു അവാഖിരിൽ കലിമാത്തി ഹാലത്തൻ വാഹിദ, വാക്കുകളുടെ അവസാനം ഒരേ അവസ്ഥയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിനാണ് ബിനാ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമുക്ക് ഇസ്മും ഫെയിലും ഹർഫും എന്ന് പറഞ്ഞിട്ട് 3 വിഭാഗം വാക്കുകളുണ്ടല്ലോ. ഈ 3 വിഭാഗത്തെ പറ്റി നമുക്കൊന്ന് വിശദമായിട്ട്, ഇതിലൊക്കെ എവിടെയൊക്കെയാണ് ഇറാബ് ഉള്ളത്, ബിനാ ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ആദ്യം നമ്മൾ പിന്നെ ഇസ്മുകളെ കുറിച്ച് പറയാം. നമ്മൾ ഫെയിലിൻ്റെ കാര്യം ആദ്യം പറയാം അല്ലേ? മൊത്തം ഔട്ടാക്കി, മൊത്തം മബിനി. ഇന്ന് ഞാൻ ഇസ്മ മുതലാണ് തുടങ്ങുന്നത്. കാരണം എന്തൊക്കെ പറഞ്ഞാൽ ഇസ്മാണല്ലോ ഏറ്റവും വലുത്. ഇസ്മ, ഫെയിൽ, ഹർഫ് അങ്ങനെയാണല്ലോ. നമുക്ക് ഇസ്മിന്റെ കാര്യം നോക്കാം ആദ്യം. ഇസ്മില് നമ്മളിപ്പോ അങ്ങനെ ഒരു വരക്കുകയാണെങ്കിൽ ഇത് ഇസ്മുകളാന്ന് വിചാരിച്ചോളേ. ഇതില് കുറേ ഇസ്മുകൾ ലോകത്തുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ പേരനെ ഫസ്റ്റ് ചെയ്താ, സാജിദിന് ഒരു ഇസ്മാണ്, സെയ്ദിന് ഒരാൾ ഇസ്മാണ്, പിന്നെ മുഅല്ലിമുൻ ഒരു ഇസ്മാണ്, അബുൻ ഇസ്മാണ്, ഉമ്മുൻ ഇസ്മാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കോടാനുകോടി ഇസ്മുകൾ, കോടാനുകോടിയല്ല ലക്ഷക്കണക്കിന് ഇസ്മുകൾ ഉണ്ടാവും. അതില് ഈ പറഞ്ഞ ഇസ്മുകളൊക്കെ മുഅറബാണ്. അങ്ങനെ പറഞ്ഞാല് ഇതിന്റെ ഇത്ര ഭാഗം, ചെറിയൊരു പീസ് മാത്രം മബ്നി ആയിട്ട് ഉണ്ടാവുള്ളൂ. അത് ഏതൊക്കെയാണ്? നമ്മളിപ്പോ കണ്ട ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? ഇങ്ങനെ ഒരു പീസ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ 2 ഉദാഹരണം ഹ ഉലായി, പിന്നെ പിന്നെ സിബൈഹി അല്ലേ? ഇതൊക്കെ എന്താണ്? മാറ്റം വരാത്തതാണ്. ഇത്രയേ ഉള്ളൂ മാറ്റം വരാത്ത. ഈ മാറ്റം വരാത്ത ഈ ചെറിയ പീസ് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ വിശദമായിട്ട് എഴുതിയാൽ 10 ഉണ്ട്. 10 ഇസ്മുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് അല്ലമാഇർ. ലമാഇർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊനൗൺസ് ഹുവ ഹുമ എന്നൊക്കെ ഉള്ള, അത് അതിന് മാറ്റം വരില്ല, എപ്പോഴും ഒരേപോലെ തന്നെ. രണ്ടാമത്തെ ഇസ്മു ഇഷാറ, അസ്മാ ഉൽ ഇഷാറ. ഏതൊക്കെയാ? ആദാ ദാലിക്ക പോലത്തെ, ആദാ ഉദാഹരണം ഏതാ? ലമായിർ ഹുവ പോലത്തെ. പിന്നെ മൂന്നാമത്തത് അൽ അസ്മാ ഉൽ മൗസൂല അല്ലേ? അൽ മൗസൂല എന്ന് പറഞ്ഞാൽ അല്ലദി പോലത്തെ. പിന്നെ അസ്മാ ഉൽ ഇസ്തിഫാം, അസ്മാ ഉൽ ഇസ്തിഫാം, ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഇസ്മുകൾ. ഏതാണ് ഉദാഹരണം? മൻ, ഹല്ല് ഹർഫാണ്. മൻ പിന്നെ കൈഫ ഹർഫാണ്. ദാ പിന്നെ വേറൊരു ഇസ്മാണ് ശരിക്കും, മാ. പിന്നെ അൽ അദാദുൽ മുറക്കബ ഉണ്ട്. അൽ അദാദുൽ മുറക്കബ എന്ന് പറഞ്ഞാൽ 11 മുതൽ 19 വരെയുള്ള എണ്ണങ്ങൾ, അഹദ അഷറ മുതൽ അല്ലേ? അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ തന്നെ ജാ സിബവഹി എന്ന് പറഞ്ഞില്ലേ, അതേമാതിരിയാണ് അഹദ അഷറ. ജാ അഹദ അഷറ റജുലൻ, 11 ആളുകൾ വന്നു. റഅയ്തു അഹദ അഷറ റജുലൻ, സല്ലംതു അല അഹദ അഷറ റജുലൻ. അഹദ അഷറ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ പിന്നെന്തായിരുന്നു? അൽ അലാമു, അൽ അലാമു അൽ മഖ്തൂമത്തു ബി വൈഹി, വൈഹി കൊണ്ട് അവസാനിക്കുന്ന പേരുകൾ, അലമുകൾ. സിബവഹി പോലത്തെ 7. അൽദർഫു അൽ മുറക്കബ്, ദർഫ് മുറക്കബ് എന്ന് പറഞ്ഞാൽ സബാഹ മസാ എന്ന് പറഞ്ഞ പോലെ രാവിലെയും വൈകുന്നേരവും എന്നുള്ള അർത്ഥത്തിൽ സബാഹ മസാ. അതുപോലെ ലൈല നഹാറ, രാവും പകലും, അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അലം, അലം എന്ന് പറഞ്ഞാൽ അലമുകൾ മബിനിയല്ലല്ലോ. അല്ല അത് കൂട്ടില്ല, നമ്മൾ അറബി വാക്കുകളല്ലേ പറയുന്നത്. വേറെ ഇനിയിപ്പോ 2 3 വാക്കുകൾ ഏതൊക്കെയാ? അസ്മാഉൽ അഫ്ആൽ. അസ്മാഉൽ അഫ്ആൽ, അസ്മാഉൽ അഫ്ആൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മോ ഫെയിലോ എന്നൊരു കൺഫ്യൂഷൻ തോന്നുന്ന സംഗതികൾ.
അത് ഇസ്മാണോ ഫെയിലാണോ ശരിക്ക്? ശരിക്കും ഇസ്മാണ്. പക്ഷെ ഒരു ഫെയിലിന്റെ അർത്ഥം അതിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഉഫിൻ. നമുക്ക് ഇസ്മാണോ ഫെയിലാണെന്ന് തോന്നാൻ കാരണം എന്താ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്മ ഫെയിൽ ഹർഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പഠിച്ച കാര്യം ഓർമ്മ ഉണ്ടാവണം. അത് നഹ്വിൽ വളരെ പ്രധാനമാണ്. ഇസ്മ ഫെയിൽ ഹർഫ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇസ്മിന്റെ അലാമത്താണ് തെൻവീൻ വരിക എന്നുള്ളത്. ഉഫിൻ എന്നുള്ളത് തെൻവീൻ ഉണ്ടല്ലോ. പക്ഷെ അർത്ഥം എന്താ? അതഅഫഫു എന്നാണ് അർത്ഥം. ഞാൻ പ്രതിഷേധിക്കുന്നു. ഞാൻ നീ പറഞ്ഞതിനെ എതിർക്കുന്നു എന്നാണ് അർത്ഥം. അതൊരു ഫെയിലല്ലേ? ഫെയിൽ മുതാരിയാണ് ശരിക്ക് അർത്ഥം കൊണ്ട്. പക്ഷെ തെൻവീൻ വന്നോണ്ട് അപ്പൊ എന്തുകൊണ്ട് അത് ഫെയിലിൽ ഉൾപ്പെടുത്തിയില്ല? കാരണം നമ്മൾ അലാമത്ത് പറഞ്ഞ സമയത്ത് എവിടെയും എന്ത് പറഞ്ഞിട്ടില്ല, അർത്ഥത്തിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അലാമത്തുകൾ വന്നാല് വന്നതാണ്. അപ്പൊ അത് ഇസ്മന്നെ. ഓക്കെ, പിന്നെ 9ഉം 10ഉം അസ്മാവ് ഷർത്ത്. അസ്മാവ് ഷർത്ത് ഏതാ? അസ്മാവ് ഷർത്ത് അസ്മാവ് ഇസ്തിഫാം പോലെ തന്നെ മത്ത, ഐന അങ്ങനെയുള്ള. എന്താ അർത്ഥം? ഐന എന്ന് പറഞ്ഞാൽ നീ എവിടെയാണോ പോകുന്നത്, ഐനമാ തദ്ഹബു അദ്ഹബ്, നീ എവിടെയാണോ പോകുന്നത് അങ്ങോട്ട് ഞാനും പോകും. അങ്ങനെയുള്ള വാക്കുകളാണ് ഐന, മത്ത, ഇതൊക്കെ. പിന്നെ അവസാനം ഒന്നുകൂടി ഉണ്ടല്ലോ, അത് പറഞ്ഞു, അൽ മുറക്കബ് പറഞ്ഞു. ബഅദു ദുറൂഫ് അൽ മുഫ്രദ, ചില ലർഫുകള് മുറക്കബ് അല്ലെങ്കിൽ തന്നെ. ഇത് കണ്ടോ, സ്വബാഹ മസാ ഒക്കെ മുറക്കബാണല്ലോ, രണ്ടെണ്ണം കൂടിയിട്ടാണ്. രണ്ടെണ്ണം കൂടാതെ തന്നെ ഉണ്ട് ചില ലർഫുകൾ. ഉദാഹരണം ഹൈസു, എവിടെയാണോ എന്നാണ് ഹൈസു എന്ന് പറഞ്ഞാൽ. അതെ, വനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. മിൻ വന്നിട്ടും ഹൈസുവിന്റെ വമ്മ മാറിയിട്ടില്ലല്ലോ, മബനിയാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു ചെറിയ പീസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ 10 സംഗതികളാണ്. ബാക്കി അറബിയിൽ ലക്ഷക്കണക്കിന് വാക്കുകളുണ്ട്. ഇതൊക്കെ ഇപ്പൊ നമ്മൾ നിരത്തി എഴുതിയാലും ഒരു 50 100 ഒക്കെ വരുള്ളൂ. ഈ പറഞ്ഞതിന്റെ ഉദാഹരണങ്ങൾ നമ്മളെ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതിയാൽ തന്നെ ഒരു 10 100 വാക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ ലക്ഷക്കണക്കിന് ഇസ്മുകളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇനി രണ്ടാമത്തേത് ഫെയിലുകൾ. ഫെയില് നേരെ തിരിച്ചാണ് ഫെയിലിന്റെ അവസ്ഥ. ഫെയിലില് കൂടുതലും മബിനിയാണ്. മാലി മൊത്തം കത്തബ കത്തബ കത്തബു, കത്തബു ഇല്ല, ജലസ ജലസ, കറ കറ, അങ്ങനെ മാലികൾ ഒരുപാട് ഉണ്ട്. അതൊക്കെ ഇതിൽപ്പെടും. പിന്നെ അമ്ര, ഫെയിലുൽ അമ്ര, ഇഖ്റ, ഉക്തുബ് എല്ലാം. അപ്പൊ ഇത് രണ്ടും. അതുപോലെ തന്നെ ഫെയിലു മുലാരി ഉണ്ട്. എപ്പോ? മുലാരി പ്ലസ് നൂന് തൗക്കീദ് അല്ലേ? മുലാരിന്റെ കൂടെ നൂന് തൗക്കീദ് വന്നാല് മബ്നി അൽ ഫത്ഹാണ്. അതുപോലെ മുലാരിന്റെ കൂടെ നൂന് നിസ്വ വന്നാല് അപ്പോഴും മബ്നി അല സുക്കൂനാണ്. ഇനി ഇപ്പുറത്തുള്ളതോ? ആകെ ഉള്ളത് ഫെയിലു മുലാരിന്റെ കൂടെ ഇത് രണ്ടും വരാതിരുന്നാലുള്ള സന്ദർഭങ്ങൾ മാത്രം. ഫിഅ്ലു മുളാരി, അൽ ഫിഅ്ലുൽ മുളാരി അല്ലദി ലം യത്തസിൽ. ഞാൻ പ്ലസ് മൈനസ് ആയിട്ടുള്ളത് ലം യത്തസിൽ ബിനൂനി തൗക്കീദി വനൂനി നിസ്വ. നൂന് തൗക്കീദോ നൂന് നിസ്വയോ ഇത് രണ്ടും വന്നിട്ടില്ല. രണ്ട് തരം ഈ നൂനുകളും വരാത്ത ഫിഅ്ലു മുളാരി, അത് മാത്രമാണ് മുഅറബായിട്ടുള്ളത്. ശരിയല്ലേ? ഇനി ഹർഫോ? മാതിരി കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഫത്ഹ്, മബ്നി അൽ ഫത്ഹ്. ഇല്ലല്ല, മുറബല്ല, ഒക്കെ മബ്നിയാണ്. മാതി മൊത്തം മബ്നി. പിന്നെ ഉള്ളതോ ഹർഫുകൾ, അൽ ഹുറൂഫ്, മിൻ, ഇല, അങ്ങനെയുള്ള ഹർഫുകളൊക്കെ മബ്നിയാണ്. ഇത് ക്ലിയർ ആണോ? ഇത് മനസ്സിലായോ? അൽഹംദുലില്ലാ. ഇത് വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തോ, എത്ര കഷ്ടപ്പെട്ട് വരച്ചല്ലേ. ഫോട്ടോ എടുത്തിട്ട് വായിച്ചോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇതൊന്ന് വായിച്ചു മുഖ്താർ. അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇന്ന് പുതിയൊരു കാര്യം പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നഹ്വ് പഠിച്ചിട്ട് അവസാനം നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ അറാബ് പറയാൻ പറ്റണം. ഒരു സെന്റൻസ് കണ്ടാൽ അതിൽ ഫായിൽ ആരാണ്, അതിന്റെ ഇറാബ് എന്താണ്,
അതിന്റെ അലാമത്ത് എന്താണ്, അങ്ങനെയൊക്കെ പറയാൻ പറ്റണം നമുക്ക്. അപ്പോഴാണ് നമുക്ക് ആ സെന്റൻസ് വ്യക്തമായിട്ട് മനസ്സിലാവുക. ശരി, അപ്പൊ അതിന് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു ചില വാക്കുകൾ നമുക്ക് ഒഴിവാക്കാം. മബ്നിയാണെങ്കിൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പോയിന്റ് ഒന്നുകൂടി വിശദീകരിക്കുക, എങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് അത് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞ ഇപ്പൊ ഇത്രയും പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, ഈ എഴുതിയ വാക്കുകളെല്ലാം, അത് ഇപ്പൊ നമ്മൾ വരച്ചത് ഇസ്മ്, ഫിഅല്, ഹർഫ് എന്ന് പറഞ്ഞിട്ടാണ്. അതിന് പകരം മുഅറബ്, മബ്നി എന്ന് പറഞ്ഞിട്ട് ഇതിനെ മൊത്തം ഒന്ന് രണ്ടായിട്ട് എഴുതാം. അപ്പൊ മുഅറബ് ഇതില് നീലകൊണ്ട് ഏതാ എഴുതിയത്? മബ്നി അല്ലേ? ഇതിൽ മബ്നി ആയത് ഏതൊക്കെയാണ്? അല്ല, നീലം മുറബ അല്ല, നീലം മബ്നിയാണ്. ഒന്ന് നോക്ക്, അങ്ങനെയാണ് വേണ്ടത്. അതൊക്കെ പക്ഷെ ഏത് സ്ഥിതിക്ക് നമ്മൾ എഴുതിയത് മബ്നിയാണ്. നീല ഫസ്റ്റ് ചുവപ്പ് വലുതല്ലേ ഇസ്മ, ഇതാ ഇസ്മ, ഫസ്റ്റ് സർക്കിൾ ഇതാ ഇസ്മ. ഇസ്മ അധികം മുറബല്ലേ. അപ്പോ മബ്നിയായ ഏതൊക്കെയാണുള്ളത് നോക്കാം. ഒന്ന് ഏതാണ് പറയുന്നത്? ഫിഅല് മാദി അല്ലേ? രണ്ട് നിങ്ങൾ പറയേ. ഫിഅലുൽ അംർ, ഇത് രണ്ടും മബ്നി അല്ലേ? പിന്നെ ഹുറൂഫ് മൊത്തം മബ്നിയാണ്. പിന്നെ ഏതാ മബ്നി ആയിട്ടുള്ളത്? ഫിഅല് മുദാരി. അയ്വ, അതിന്റെ മുമ്പ് നമ്മൾ 10 അവിടെ എഴുതിയില്ലേ ഇസ്മുകള്? ഇസ്മിന്റെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോവാ. ഏതൊക്കെ? അൽ അസ്മാഉ അൽ മബ്നിയ അല്ലേ? മബ്നിയായ ഇസ്മുകള് 10. പിന്നെ പറയ്. അൽ ഫിഅലുൽ മുദാരി അല്ലദീ ലം യത്തസിൽ, ഈ മൈനസ് എന്ന് പറഞ്ഞാൽ അല്ലദീ ലം യത്തസിൽ എന്നാട്ടോ. അല്ലദീ ലം യത്തസിൽ ബിനൂനിൻ നിസ്വ വലാ നൂന് തൗക്കീദ്, അല്ലെങ്കിൽ നൂന് തൗക്കീദ് വലാ നൂന് നിസ്വ. നൂന് നിസ്വയോ നൂന് തൗക്കീദോ ഒന്നും വരാത്ത ഫിഅല് മുദാരി, അതും എന്താണ്? നേരെ തിരിച്ചല്ലേ. ഇത് രണ്ടും വന്ന കണ്ടോ, ഇത്ര പണിയുള്ളൂ. ഇത് അൽ ഫിഅൽ മുദാരി അല്ലദീ ഇത്തസല ബിഹി നൂന് തൗക്കീദ് ഔ നൂന് നിസ്വ. ഓക്കെ, ഇനി ഇപ്പുറത്ത് മുറബ് ആയിട്ടുള്ളതോ? ഇതൊക്കെ മബ്നിയാണ് അല്ലേ? മുറബ് ചുവപ്പ്. ഒന്നാമത്തത് അൽ അസ്മാഉൽ മുറബ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അസ്മാ എന്ന് പറയാം, കാരണം മുറബ് കുറച്ച് അല്ല, മബ്നി കുറച്ചല്ലേ ഉള്ളൂ. ഏഹ് അൽ അസ്മാ എന്ന് പറയാം. അൽ അസ്മാ ഒന്നാമത്. രണ്ടാമത്തെ അൽ ഫിഅലുൽ മുദാരി, ഇവർ രണ്ടുപേരേ ഉള്ളൂ. അല്ലദീ ലം യത്തസിൽ ബിനൂനി തൗക്കീദ് വലാ നൂനി നിസ്വ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇതിന്റെ ഉദാഹരണങ്ങൾ പറയണം. ഇനി ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. എഴുതാൻ സമയമല്ല, അതുകൊണ്ടാണ്. നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെ ഉദാഹരണങ്ങൾ പറയാം. ജാ സെയ്ദുൻ, അപ്പൊ ഇതിന്റെ ഇറാബ് എങ്ങനെ പറയാൻ തരാം. നമ്മൾ നഹ്വൊക്കെ പഠിച്ച അവസാനം നമ്മൾ എത്താൻ പോകുന്ന സ്റ്റേജാണിത്. ജാ സെയ്ദുൻ എന്ന് കണ്ടാൽ നമുക്ക് പറയാൻ പറ്റണം ജാ എന്നുള്ളത് നമ്മളെ ഈ സെന്റൻസിലെ നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു സെന്റൻസ്, അല്ലെങ്കിൽ ഒരു ആയത്ത്, ഒരു ഹദീസ്, ഒരു കിതാബ്, അതിൽ ഓരോ വാക്കിന്റെയും അതിന്റെ ഇനം, നൗ എന്താന്ന് പറയാൻ പറ്റണം. നൗ എന്ന് പറഞ്ഞാൽ ഫേല് മാദി, ഫേല് മുദാരി, അതുപോലെ ഇസ്മുകളാണെങ്കിൽ മുബ്തദ്, ഖബർ, അങ്ങനെയുള്ള നൗകൾ ഏതാന്ന് പറയണം. രണ്ട്, അതിന്റെ ഹുക്മുൻ ഇറാബി, നമ്മൾ ഫിഖ്ഹിൽ ഹലാൽ ഹറാം എന്നൊക്കെ പറഞ്ഞ അഹ്കാമുകളുടെ പോലെ ഇറാബിൽ നഹ്വില് ഉള്ള ഹുക്മുകളാണ് എന്ത്? റഫ്, നസ്ബ്, ജർ, ജസ്മ്, ഇതിൽ ഏതാന്ന് പറയണം. രണ്ടാമത്തെ. മൂന്നാമത്തത് അതിന്റെ അലാമത്ത്. എന്താണ് ഒരു അലാമത്ത് ഇവിടെ വന്നത്? അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം, മനസ്സിലാവും. ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കിയാൽ റഫിന്റെ അലാമത്താണ് ദമ്മ്, നസ്ബിന്റെ അലാമത്താണ് ഫത്ഹ്. ഓക്കെ, അതുപോലെ ജറിന്റെ അലാമത്ത് കസ്ർ. ഈ 3 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? ഓരോ വാക്കിനെ പറ്റിയും പറയാൻ പറ്റണം. അപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പോഴേ നമുക്ക് ശരിയായ സെന്റൻസുകൾ പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ഫേല് മാദിന്റെ ഒരു ഉദാഹരണം. ജാ സെയ്ദ് എന്ന് പറഞ്ഞാൽ ജാ ആദ്യം നൗ പറയണം. എന്താണ് ജാ? ഫേലുൻ മാദി. രണ്ട്, അതിന്റെ ഹുക്മ് എന്താണ്? മബ്നിയാണ്. മബ്നിയല്ലേ? മൂന്നാമത്തെ കാര്യം എന്താണ്? അലാമത്ത്. അപ്പോൾ മബ്നിയായ വാക്കുകളുടെ അലാമത്ത് അതിന്റെ ഹർക്കത്ത് എന്താന്ന് പറഞ്ഞാൽ മതി. മബ്നിയുൻ അല അൽ ഫത്ഹ്. ഇപ്പൊ ജാന്റെ കാര്യം കഴിഞ്ഞു. ഫീൽ അമ്ര ആണെങ്കിലോ ഇജ്ലിസ്. അപ്പൊ ആദ്യം ഏതാണ് നൗ? ഫീൽ അമ്ര.
രണ്ടാമത്തേത് മബ്നി, ഫീൽ അമ്രൊക്കെ മബ്നിയാണ്. അല സുക്കൂൻ. ഹർഫ് അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അല ഹർഫ്. അതെ ഇനെന്ന് പറയാം. അപ്പൊ കുറച്ചും കൂടി ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി എന്ത് പറയാ? ഹർഫു ജറാണല്ലോ. അപ്പൊ അതും കൂടി പറയാം. ഹർഫു ജർ. അല ഹർഫു ജറിൻ. പിന്നെ അതിന്റെ ഹുക്ം എന്താണ്? മബ്നി. അല മബ്നി അല എന്താണ്? സുക്കൂൻ. അലന്റെ അവസാനത്തെ അക്ഷരം എന്താ? അലിഫല്ലേ? അലിഫ് എപ്പോഴും സുക്കൂൻ ആണല്ലോ. അപ്പൊ അല എന്ന് പറയുന്നത് ഹർഫു ജറിൻ മബ്നിയുൻ അല സുക്കൂനി. അതാണ് അലന്റെ കാര്യം. കഴിഞ്ഞു. ഈ മൂന്നും മനസ്സിലായല്ലോ. ഇനി മബ്നിയായ ഇസ്മുകൾ. മബ്നിയായ ഇസ്മുകൾക്ക് ഒരു ഉദാഹരണം പറയും. സീബവൈഹി. ജാ സീബവൈഹി. ജാ സീബവൈഹിയില് ജാന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. സീബവഹിയോ? സീബവൈഹി എന്താ പറയാ? ആദ്യം നൗഅ് പറയണം. നൗഅ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? പറയുങ്ങൾ ഇസ്മ് അല്ലേ? ഇസ്മ് നമ്മൾ പറയില്ല. കാരണം എന്താ വെച്ചാൽ ഇസ്മിന്റെ കുറേ വകുപ്പുണ്ട്. ഇസ്മ് മുബ്തദ ഉണ്ട്, ഖബർ ഉണ്ട്, ഫാഇൽ ഉണ്ട്, നായിബുൽ ഫാഇൽ ഉണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പൊ ഏതാണെന്ന് കറക്റ്റ് പറയണം. അപ്പോ സീബവൈഹി ഫാഇലുൻ. ഫാഇലു എന്നാ പറയാം. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും. നിങ്ങൾ പേടിക്കണ്ട. എന്തൊക്കെയാണ് ഇസ്മിന്റെ വകുപ്പുകൾ എന്നൊക്കെ നമ്മൾ ഇനി പഠിക്കും. തൽക്കാലം ഇപ്പോൾ വേറെ വഴിയില്ല ഉദാഹരണം പറയാൻ. അതുകൊണ്ട് പറയാൻ. സീബവൈഹി ഫാഇലുൻ. ഫാഇൽ ആണെന്നുള്ള കാര്യം ഒന്നാമത് പറഞ്ഞു. നൗഅ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റത്തെ ഭാഗം കഴിഞ്ഞു. 3 കാര്യങ്ങളിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഹുക്മ് പറയണം. ഹുക്മ് എന്താ? മബ്നിയുൻ അല കസ്ർ. ഇങ്ങനെയല്ല പറയേണ്ടത്. ഏഹ് അത് ഈ 3 ആൾക്കാർ, അതാണ് ഞാൻ ഈ രണ്ടെണ്ണത്തിന് ഇവിടെ വേറെ എഴുതാൻ കാരണം. ഇവര് രണ്ടിന്റെ നടുവിലാ നിൽക്കുന്നത്. ശരിക്ക് നമ്മളിവിടെ രണ്ടായിട്ട് വരക്കുമ്പോൾ ശരിക്ക് ഇവിടെയാണ് വരക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. കാരണം ഇത് മൊത്തം മബ്നിയല്ലേ. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ വരച്ചത്? കാരണം ഇത് എന്തായാലും അസ്മ മബ്നിയ അല്ലേ? അല്ല, അസ്മാവുൽ മബ്നിയ. നമ്മൾ മറ്റേ ചിത്രത്തിൽ നിങ്ങൾ ഓർക്കുണ്ടോ? മുഅറബിന്റെ എല്ലാം മുഅറബാണ്. ഒരു ചെറിയ പീസേ ഉണ്ടായിരുന്നുള്ളൂ. ഏത്? അസ്മാ മബ്നിയ 10 എണ്ണം. ഇവിടെ വേണമെങ്കിൽ 1,00,000 ഉണ്ടാവും. അപ്പൊ 1,00,000ത്തിന്റെ അടുത്ത് ഒരു 10 പറയുമ്പോ ഈ 10 വാക്കുകൾ ഇവരെ കൂടെ ആണെങ്കിലും അതിന് ഇങ്ങോട്ടൊരു ചായ്വുണ്ട്. കാരണം എന്താ? അതിന്റെ കുടുംബക്കാർ 1,00,000 ആൾക്കാരുണ്ട്. നമ്മൾ 10 ആൾക്കാരേ ഉള്ളൂ ഇപ്പുറത്ത്. അപ്പൊ അവർക്ക് ഇവരോടൊരു ചായ്വുണ്ടാവും. അതേപോലെ ഫേല് മുലാരി. ഫേല് മുലാരി ഇവിടെ ലക്ഷക്കണക്കിന് ഫേല് മുലാരികളുണ്ട്. ഈ നൂനുകളൊന്നും ഇല്ലാതെ. അപ്പൊ നൂന് ആഡ് ചെയ്ത ഫേല് മുലാരികൾ 10 എണ്ണം ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്കും ഇങ്ങോട്ടൊരു ചായ്വുണ്ടാവും. അപ്പൊ ചായ്വുള്ളത് കൊണ്ട് ഈ 3 സ്റ്റെപ്പുകൾ നമ്മൾ പറയുമ്പോൾ ആ ചായ്വ് എങ്ങനെയാണ് അവിടെ പ്രകടമാവുന്നത് ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായോ? ജാ സീബവൈഹി. വീണ്ടും സീബവൈഹി ഫായിലുൻ. മബ്നി എന്ന് പറയൂല നമ്മള്. നമ്മളെന്താ പറയാ? മബ്നിയുൻ. പറയാതിരിക്കാൻ പറ്റുമല്ലോ. അതൊരു സത്യമാണല്ലോ മബ്നിയാണെന്നുള്ളത്. അപ്പൊ മബ്നി എന്ന് മാത്രം പറയാണ്ട് മബ്നിയുൻ ഫീ മഹല്ലി റഫ്ഇ ഫാഇൽ. ഫാഇൽ ആയതുകൊണ്ട് റഫ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അത് മബ്നിയായി അവിടെ നിൽക്കുകയാണ്. അതായത് സീബവഹിന്റെ കൂട്ടുകാരനാണ് സെയ്ദ്. സെയ്ദ് ആയിരുന്നെങ്കിൽ റഫായിരുന്നു. അപ്പോ എന്തിനാ അങ്ങനെ പറയണ്ട? അങ്ങനെ പറയണം. കാരണം അത്ര അധികം ഉണ്ട് ഇസ്മുകൾ മുഅറബായിട്ടുള്ളത്. ഇവർ കുറച്ചേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറയാ സീബവഹി എന്നുള്ളത് ഫാഇലുൻ ആഫൻ ഫാഇലുൻ മബ്നിയുൻ ഫി മഹല്ലി റഫ്ഇ ഫാഇൽ, അല്ലെങ്കിൽ ഫി മഹല്ലി റഫ് എന്ന് പറഞ്ഞാൽ ഫാഇലുൻ ഫി മഹല്ലി റഫ്ഇൻ മബ്നിയുൻ അലൽ കസ്ർ. സീബവൈഹി എന്നുള്ളത് ആദ്യം നൗഅ് പറയാ ഫാഇലുൻ. രണ്ടാമത് അതിന്റെ ഹുക്മ് പറയാ മബ്നിയുൻ. തർത്തീബ് മാറിയാലും കുഴപ്പമില്ല. മബ്നിയുൻ ഫി മഹല്ലി റഫ്. അതിന് റഫ് ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതേപോലെ ഫേല് മുലാരിന്റെ ഉദാഹരണം നൂനുള്ള യദ്ഹബന്ന ലയദ്ഹബന്ന സെയ്ദുൻ ഇലൽ മസ്ജിദ്. സെയ്ദ് മസ്ജിദിലേക്ക് പോയിരിക്കും ഉറപ്പായിട്ടും. ലയദ്ഹബന്ന. അപ്പൊ യദ്ഹബു എന്നുള്ളത് ഫിഅലുൻ മുലാരി. നൗഅ് പറഞ്ഞു. നൗഅ് എന്ന് പറയുമ്പോൾ ഫിഅലാണെങ്കിൽ മാദിയ മുലാരിയ എന്നുള്ള പറയണം. കാരണം ഓരോന്നും വേറെ രൂപത്തിലാണ്. ഇപ്പൊ ഫിഅലുൻ മുലാരിഉൻ ഹുക്ം എന്താ? മബ്നിയാണ്. പക്ഷെ കുടുംബക്കാരുള്ളത് കൊണ്ട് നമ്മൾ പറയുന്നത് ഫി മഹല്ലി റഫ്. അത് റഫ് ചെയ്യേണ്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. മബ്നിയുൻ അലൽ ഫത്ഹി ഫി മഹല്ലി റഫ്. ഫിഅല് മുലാരി വെറുതെ നോക്കുമ്പോൾ റഫാണ്. യദ്ഹബു സെയ്ദുൻ എന്ന് പറയുമ്പോൾ യദ്ഹബു എന്നല്ലേ പറയാ. അത് മനസ്സിലായോ? ഇനി നമുക്ക് ഇത് നോക്കാം. ഇത് എളുപ്പമാണ്. ഇതിലാണ്, ഈ രണ്ടെണ്ണത്തിലാണ് ചെറിയൊരു മഹല്ല് റഫ് എന്ന് പറയേണ്ടി വരിക.
ഇതാണെങ്കിലോ ജാ സീബവൈഹിക്ക് പകരം ഇവിടെ നമ്മൾ ജാ സീബവൈഹി പറഞ്ഞതിന് പകരം ജാ സെയ്ദുൻ ആയിരുന്നെങ്കിൽ സെയ്ദുൻ നൗ എന്താ ഫാഇലുൻ. ഫാഇലുൻ സെയ്ദ് എന്നുള്ളതിന്റെ നൗ ഫാഇലുൻ. എന്താണ് ഇറാബ്? മർഫൂഉൻ. മർഫൂഉൻ ഇറാബ് മുഅറബ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മർഫൂഉൻ. പിന്നെ അലാമത്തു റഫ്ഇഹി അദ്ദമ്മ. സെയ്ദുൻ എന്നുള്ളതിന്റെ അവസാനത്തിൽ ദമ്മല്ലേ? ഇതാണ് സെയ്ദിന്റെ കാര്യം. അതേപോലെ തന്നെ ബാക്കിയുള്ള ഫെയിൽ മുതാരികളും ബാക്കിയുള്ള ഇസ്മുകളൊക്കെ ഉദാഹരണം ഇനി പറയേണ്ട ആവശ്യമില്ല, എളുപ്പമാണിത്. ഇത് മാത്രം എന്ത് പറയണം? അതിന്റെ മഹല്ല് എന്താന്ന് പറയണം. അതായത് മഹല്ല് എന്ന് പറഞ്ഞാൽ ഇത് അതിന്റെ തറവാട്ടിൽ തന്നെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ഏറാബ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരാം. നമ്മൾ ഇവിടെ ഫെയിലും അതിന്റെ ഉദാഹരണം എന്താ പറഞ്ഞത്? ജാ ജെയ്ദുൻ. ജാന്റെ ഇറാബ് എന്തായിരുന്നു? അവിടെ ചെറിയൊരു ഫിനിഷിംഗ് ഉണ്ട്. ഇത്രയും പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. ജാ ജെയ്ദുൻ. ജാ ഫെയിലു മാദി നൗ പറഞ്ഞു. ഹുക്മു മബ്നിയുൻ അല അൽ ഫത്ഹ്. ഈ ഒരു കാര്യം കൂടി പറയണം. ലാ മഹല്ല ലഹു മിനൽ ഇറാബ്. ലാ മഹല്ല ലഹു മിനൽ ഇറാബ്. കാരണം എന്താ? ഇവർക്ക് രണ്ടുപേർക്കും ഇറാബുമായിട്ട് ചെറിയ ബന്ധമുണ്ട്. ഇതിന് ലാ മഹല്ല ലഹു മിനൽ ഇറാബ്. അപ്പൊ നമ്മൾ ഈ വര വരച്ചതല്ല, ഈ വരന്റെ എപ്പുറത്തുള്ള ആൾക്കാർ ലാ മഹല്ല ലഹു മിനൽ ഇറാബായിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമ്മളിവിടെ അല പറഞ്ഞു, അർ റഹ്മാനു അലൽ അർശി ഇസ്തവ. അലന്റെ ഇറാബ് എന്താണ്? എങ്ങനെ പറയാ? ഹർഫു ജർ. നൗ പറഞ്ഞു മബ്നിയുൻ അല സുക്കൂൻ ലാ മഹല്ല ലഹു മിനൽ ഇറാബ്. അതുകൂടി പറയണം. അപ്പൊ ഈ മൂന്നെണ്ണത്തിനും ലാ മഹല്ല ലഹു മിനൽ ഇറാബ് എന്ന് അവസാനം പറയണം. ഇത് രണ്ടും എന്തായിരിക്കും? ഇറാബ് ഉണ്ട് ഇതിന്. പക്ഷെ ഇതിൻ്റെത് ഇറാബുൻ മഹല്ലിയാണ്. ഇറാബിന്റെ ഒരു സ്ഥാനം ഉണ്ടെങ്കിലും അത് പ്രകടാവുന്നില്ല മബ്നി ആയതുകൊണ്ട്. ഇതാണെങ്കിൽ പെർഫെക്റ്റ് മുഅറബാണ്. അപ്പോൾ ഈ വരയാണ് ഹത്തുൽ ഇറാബ് എന്നാണ് ഇതിന് പറയാ. അത് ഒരു സാങ്കല്പിക മറ്റേ ഭൂമിന്റെ അച്ചുതണ്ട് പറഞ്ഞമാതിരി ഒരു സംഭവം. അപ്പൊ ഈ സംഗതി ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷെ ഇത് വളരെ പ്രധാനമാണ്. നിങ്ങൾ നഹ്വൊക്കെ കുറെ പഠിച്ച ആളുകളോട് തന്നെ ചിലപ്പോൾ ചോദിച്ചാൽ ഇത് അറിയില്ല ഈ സംഗതി. അറിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ ഇത് വളരെയധികം സഹായമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ഉപകാരം. ഈ ലാ മഹല്ല ലഹു മിനൽ ഇറാബ് എന്താണ്? അതുപോലെ തന്നെ ഫി മഹല്ലി റഫ് നസ്ബ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കൽ പ്രധാനമാണ്. ഇത് മബ്നി തന്നെയാണ്. മബ്നി അല്ല നമ്മൾ പറയുന്നില്ല. കാരണം ബിനാന്റെ താരിഫ് എന്താണ്? ലുസൂമു അവാഖിറിൽ കലിമാത്തി ഹാലത്തൻ വാഹിദ. അവസാനം ഒരേപോലെ തന്നെ ആയിരിക്കും. സീബവൈഹി എപ്പോഴും സീബവൈഹി തന്നെ ആയിരിക്കും. പക്ഷെ അതിന്റെ മഹല്ല് മാറുന്നുണ്ട്, സ്ഥാനം. എന്നാൽ ഹർഫുകൾക്കോ ഫെയിൽ അമറിനോ ഫെയിൽ മാദിക്കോ ഒരു സ്ഥാനമില്ല ഇറാബില്. ക്ലിയർ ആണത്? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഈ കാര്യം എന്ന് പറഞ്ഞതാണ് ഇവിടെ എത്തി. ഇൻഷാ അല്ലാഹ് ഇനി റഫ് നസ്ബ് ജർ ജസ്മി നാലും എന്താണ്, എപ്പോഴൊക്കെ വരും, അതുപോലെ തന്നെ നൗഉകൾ എന്തൊക്കെയാണ്, അലാമത്തുകൾ എന്തൊക്കെയാണ്. നമ്മൾ പറഞ്ഞപ്പോൾ റഫിന്റെ അലാമത്താണ് ദമ്മ എന്നുള്ളത്. അപ്പോൾ ദമ്മ ഇല്ലാത്ത വേറെ വല്ലതും വരും റഫിന്റെ അലാമത്തായിട്ട്? അതൊക്കെ ഇൻഷാ അല്ലാഹ് അതും കൂടി പഠിച്ചാൽ കഴിഞ്ഞ് നഹ്വ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ തുടരാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു